ആദ്യമേ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ലീലാകൃഷ്ണൻ. ഞാൻ വരുന്നത് ഈങ്ങാപ്പുഴ കൃഷ്ണകൃപ എന്ന വീട്ടിൽ നിന്നുമാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ രോഗസൗഖ്യത്തെപ്പറ്റിയും മകൻ്റെ രോഗസൗഖ്യത്തെപ്പറ്റിയുമാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 നവംബർ 11 എൻ്റെ രോഗസൗഖ്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ 2022 കൊറോണ ബാധിച്ച് ICU വെൻറ്റിലേറ്ററിലായിരുന്നു 3 മാസക്കാലം വരെ. അവിടെ നിന്നും എനിക്ക് രോഗസൗഖ്യം ലഭിച്ചത് അമ്മയുടെ ഈ വെഞ്ചരിച്ച തേനും ഉപ്പും എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ഞാൻ കഴിക്കുകയും അതിനെ തുടർന്ന് എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു. ഇവിടെ ഉടമ്പടിയെടുക്കാൻ വരുന്ന ആ സമയത്ത് ഞാൻ 2 തരം ഇൻഹീലർ വലിച്ചുകൊണ്ടായിരുന്നു വന്നത്. അതിനെ തുടർന്ന് ഇവിടെ നിന്നും ഉടമ്പടിയെടുത്ത് പോയതിന് ശേഷം എനിക്ക് ഈ നേർച്ച വസ്തുവിലൂടെ ഒരുപാട് രോഗസൗഖ്യം എനിക്ക് ലഭിച്ചു. അതിനെ തുടർന്ന് തന്നെ എനിക്ക് ഇവിടെ വരുമ്പോൾ ആമവാദം ഉണ്ടായിരുന്നു. അതും കൈയും കാലും എല്ലാം കോടി വിറങ്ങലിച്ച് എന്തോ ഒരു വികൃത രൂപമായിരുന്നു. അതും എനിക്ക് അമ്മയുടെ വെഞ്ചരിച്ച വസ്തുവിലൂടെയും നേർച്ച വസ്തുവിലൂടെയും എല്ലാം എനിക്ക് കഴിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയതിനെ തുടർന്ന് എനിക്ക് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ കാര്യം, മകൻ ഒരു ഓട്ടിസം ഉള്ള ഒരു മകനാണ്. അവന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന ആ സമയത്ത് അവനെ തന്നെ സ്വയം നെഞ്ഞിലടിക്കുകയും തലയിട്ട് ചുമരിലിടിക്കുകയും അവൻ കടിക്കുകയും അങ്ങനെ ഒരുപാട് അക്രമങ്ങളോട് കൂടിയാണ് ഞാൻ ഇവിടെ എൻ്റെ മകനെയും കൊണ്ട് ഞാൻ വരുന്നത്. ഇവിടെ നിന്നും ഉടമ്പടി എടുത്തു പോയതിനു ശേഷം ഇവിടുത്തെ വെഞ്ചരിച്ച നേർച്ച വസ്തുവിലൂടെ അവന് പൂർണ്ണമായും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്. കാരണം ആദ്യത്തേതുപോലെയൊന്നുമില്ല. ഇന്ന് ഇവനെ ഞാൻ ഇവിടെ എൽത്താരയിൽ കൊണ്ട് ഇങ്ങനെ നിർത്തി സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അത്രത്തോളമായിരുന്നു ഉടമ്പടി എടുക്കാൻ എൻ്റെ മകനെയും കൊണ്ട് ഞാൻ ഇവിടെ ഈ സന്നിധാനത്ത് ഞാൻ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എൻ്റെ ഇവിടുത്തെ ഈ തേനും ഉപ്പും എല്ലാം തൈലവും എല്ലാം ഞാൻ വിശ്വാസത്തോടെ എൻ്റെ മകൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായി എനിക്ക് ഒരുപാട് എൻ്റെ മകന് മാറ്റം വന്നു. കാരണം ഒരു സഭയിലേക്കും ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. കയ്യും കാലും കെട്ടിയിട്ടിട്ടായിരുന്നു കൊണ്ടുപോകൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ ഈ മകനെയും കൊണ്ട്. അതുമൊക്കെ സന്തോഷത്തോടെ തന്നെ ഇവിടെ നിന്നും തുടങ്ങി അർത്തുങ്കൽ വരെ സന്തോഷത്തോടു കൂടെ എൻ്റെ മകനെയും കൊണ്ട് ഞാൻ പോയി. അതേപോലെ എനിക്ക് 3ാമത്തെ ഉടമ്പടിയിൽ വെച്ചത് എനിക്കൊരു ജോലിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ഒരുപാട് കടങ്ങളും കാര്യങ്ങളുമുള്ള ഒരാളാണ്. എനിക്ക് അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്താലും എൻ്റെ പ്രാർത്ഥനയുടെ ഫലത്താലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒരു ജോലി തന്ന് എന്നെ സഹായിച്ചു. കാരണം ഞാൻ അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മേ മാതാവേ എനിക്ക് നീ ഒരു ജോലി തരണം. കാരണം കൂടുതൽ പഠിപ്പും കാര്യങ്ങളും അറിവും ഒന്നുമില്ല. എന്നാലും അതിൻ്റെ ആ ഒരു അറിവ് വെച്ച് എനിക്ക് നീ ഒരു ജോലി വാങ്ങിത്തരണം. അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആദ്യമേ തന്നെ ഞാൻ ജോലി ചെയ്തു പോകുന്നത് ഒരു രോഗി ശുശ്രൂഷയായിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്കിപ്പോഴും ഒരു ദുബായിലൊരു ഫാമിലിയുടെ കൂടെ നല്ലൊരു വിസ തന്ന് എൻ്റെ ഈശോയും അമ്മയും എന്നെ സഹായിച്ചു. ശനിയാഴ്ച ഞാൻ പോവുകയാണ്. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണാറുണ്ട്, രോഗികൾക്ക് വേണ്ടത് കൊടുക്കാറുണ്ട്, എന്നെ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ കിടപ്പ് രോഗികളായാലും എൻ്റെ ഇവിടുത്തെ ഈ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ കൊണ്ടുപോകും. എവിടെ പോവുകയാണെങ്കിൽ അതെല്ലാം അവരെ കണ്ട് അവർക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ടൊക്കെ ഓരോരുത്തർക്കും ഓരോ രോഗികൾക്കും മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വിശ്വാസത്തോടെയാണ് ഞാൻ ഓരോരുത്തർക്കും ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗികളെ പോയി കാണും, അവരെ ശുശ്രൂഷിക്കും, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ചോറ് വീട്ടിലുണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും അതുപോലെ തന്നെ വഴിയോരത്ത് കാണുന്ന ഓരോരുത്തർക്കും എന്നാ കഴിയുന്ന സഹായങ്ങൾ ഞാൻ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്ന
ഓരോ അനുഗ്രഹങ്ങളെ പ്രതിയും അനുഗ്രഹത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ വെഞ്ചരിച്ച നേർച്ച വസ്തുവിലൂടെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ എൻ്റെ വീട്ടിലായിക്കോട്ടെ മക്കൾക്കായിക്കോട്ടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ നേരെ താഴെ 2 പെൺമക്കളാണ്. ചെറിയ മോൾക്ക് ഡെലിവറി ഉണ്ടായിട്ട് അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ കയറ്റാമെന്ന അതായിരുന്നു. അവിടെ നിന്നും അമ്മയുടെ കാശ് രൂപം ഞാൻ മുറുകെ പിടിച്ച് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ മകളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ ഇടവരുത്തരുതേ, അവൾക്ക് നോർമൽ ഡെലിവറി ആയി അവളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഇത്രത്തോളം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ പ്രതിയും എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധമയ്ക്ക് ദൈവകുമാരന് നന്ദി പറയാം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ പറയും, ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അപ്പം ഉടമ്പടി എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വചനം പോലെ നമുക്ക് വിശ്വസിക്കാം. എല്ലാവർക്കും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഉത്തരവുണ്ടെന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉടമ്പടിയിലൂടെ ഈ അമ്മയ്ക്കൊരു ജോലി കിട്ടി. ഇങ്ങനെ കടന്നു വരുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെ പിന്തുടരുകയാണ്. ഒരു മഴ പോലെ ഇങ്ങനെ നനച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ. തീർച്ചയായും പരിശുദ്ധ അമ്മയിലൂടെ ഈ അമ്മയ്ക്കും ഈ മകനും ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.